എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഒരുപാട് കേസ് പണിക്കാർ. നാം ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഓരോ നിയോഗവുമായിട്ടാണ്. പക്ഷേ ആ നിയോഗം ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം മായ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ച് നാം ഓർക്കാതെ പോകുന്ന അവസരങ്ങൾ, നമുക്ക് അവസരങ്ങൾ തന്നിട്ട് പോലും അതിനെ വിനിയോഗിക്കാൻ നമുക്ക് പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നാം എത്തിച്ചേർന്നു. എന്തുകൊണ്ട്? ഭൗതികമായ നേട്ടങ്ങളിൽ കുരുങ്ങി നമ്മൾ ഓരോരുത്തരും മായയിൽ ഭ്രമിച്ച് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സത്യത്തെ അറിയാനോ സത്യത്തിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ സത്യത്തെ അനുഭവിച്ച് അറിയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനോ നമുക്ക് സാധിക്കാതെ വരുന്നത് ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും നേരത്തെ പറഞ്ഞതുപോലെ കർമ്മവാസനയും അതുപോലെ സംസ്കാരവും ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് കിട്ടിയ നിയോഗം ഇതാണ്. എൻ്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്തുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. ഞാൻ ഒരു വ്യക്തിയിൽ നിന്നും ലൈക്കോ കമന്റോ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കേട്ടുപോണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. കാര്യം ശ്രവണമാണല്ലോ ഭക്തിയുടെ ആദ്യത്തെ തുടക്കം. കേൾക്കുക കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലേക്ക് കാതിൽ കൂടി കിട്ടുന്ന ശബ്ദത്തിന്റെ മാധ്യമത്തിൽ നാം കാതിലേക്ക് എത്തിച്ചേരുന്ന ഓരോ പദങ്ങളും, അതായത് ആധ്യാത്മിക പദങ്ങളും, അതിനെ ബുദ്ധിയിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയും. ഒരു പക്ഷേ അവന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ എല്ലാം മതിയായി എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം. കാരണം എത്ര ധനവാനായാലും ശരി, അവന് അവസാന സമയത്ത് ഇങ്ങനൊരു ചിന്ത ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനുഷ്യന് ഉണ്ടാവാത്ത ചിന്തയാണിത്. കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിയിൽ മായ ഭ്രമിച്ച് ജീവന്റെ അവസാനം വരെ അതിൽ കുരുങ്ങിപ്പോകുന്ന അവസ്ഥ. അതിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ സ്വയം ശ്രമിച്ചേ മതിയാവും. ഈ നിയോഗത്തിൽ ഏതൊരു വ്യക്തിയാണോ ഇറങ്ങി ചെല്ലുന്നത്, പ്രത്യേകിച്ച് ആത്മീയ തലത്തിൽ ഇറങ്ങി ചെല്ലുന്നത്, മുള്ളും മലരും ധാരാളമുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന ആധ്യാത്മിക തലം എന്ന് പറയും. കല്ലേറ് ഇഷ്ടം പോലെ കിട്ടും. സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്തോറും നിങ്ങളെ പലതരത്തിൽ വിഷമിപ്പിക്കാനുള്ള ആളുകൾ ചുറ്റുപാടും ഉണ്ടാവും. അത് അവരുടെ ഒരു ഹോബിയാണ്. അവർക്ക് ചിരിക്കാനുള്ള ഒരു അവസരം. ആദ്യമൊക്കെ ഇതിൽ ഇറങ്ങി ചെല്ലുന്നവർക്ക് ഒരിക്കലും ഇതിൽ ഇറങ്ങിത്തിരിക്കേണ്ട എന്ന ഒരു സ്ഥിതിയിലേക്ക് പോലും അവന്റെ മനസ്സിനെ എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിൽ നിന്നും പിന്തിരിയാതെ ഒരു മനുഷ്യനും ആധ്യാത്മിക തലത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒഴിഞ്ഞു വെക്കുന്നവര് സമൂഹത്തിൽ വളരെ വളരെ വിരളമാണ്. ധനവാനാണോ അവന്റെ പുറകിൽ 1000 പേരെ എപ്പോഴും കൈയടിക്കാനും ചിരിക്കാനും അവൻ പറയുന്നത് കേട്ട് അവനെ സന്തോഷിപ്പിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആത്മീയ വിഷയത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ കൂടെ വളരെ വളരെ ദുർലഭമായ വ്യക്തികളെ ശരിക്കും കൂടെ നിൽപ്പുണ്ടാവും. അഥവാ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവൻ ഏതെങ്കിലും ഭൗതിക ലക്ഷ്യം മുന്നിട്ടായിരിക്കും ആ ആത്മീയ വ്യക്തിയുടെ പുറകെ സഞ്ചരിക്കുന്നത് മനസ്സിലാക്കുക. നമ്മുടെ അനുഭവം ഇതിന് സാക്ഷിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഇടുന്ന വീഡിയോ ഓരോ വ്യക്തിയും കേട്ടിട്ടെങ്കിലും പോവുക. കാര്യം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞ് അവന് മനസ്സിലായില്ലെങ്കിൽ, ആ വ്യക്തിക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കേൾക്കാൻ ശ്രമം നടത്തുക. അവന്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവന്റെ ജീവിതാനുഭവങ്ങൾ കൃത്യമായിട്ട് ആത്മീയ തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഓരോ വ്യക്തിയും ഇത് കേൾക്കുന്നവർ പിന്നെയും പിന്നെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കേട്ട് കഴിഞ്ഞതിന് ശേഷം അത് ബുദ്ധിയിൽ ഉറപ്പിച്ചതിന് ശേഷം അഹങ്കാരത്തിന്റെ തലത്തിൽ നിന്നും അല്പം താഴേക്ക് ഇറങ്ങി വന്ന്, കാര്യം നാം ഒന്നും നിത്യരല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇന്ന് കണ്ടു പിരിയുന്നവർ നാളെ കാണുന്നില്ല, അടുത്ത നിമിഷം കാണുന്നില്ല. നിങ്ങൾക്കറിയാം,
നാം വഴിയെ സഞ്ചരിക്കുമ്പോൾ, റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആദരാഞ്ജലികളുടെ ബോർഡുകൾ, അത് ഒന്നല്ല പലത് നമുക്ക് കാണാൻ കഴിയും. പല പ്രായത്തിലുള്ള ആളുകളുടെ ആദരാഞ്ജലി ബോർഡുകൾ കാണാൻ കഴിയും. 48, 58, 68, 70. ചെറുപ്പത്തിലുള്ള ആളുകളുടെ ബോർഡാണ് കൂടുതലും കാണുന്നത്. ഇവരൊക്കെ ഇന്നലെ വന്ന് ഇന്ന് മറഞ്ഞു പോകുന്നവരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, ജീവിതത്തിന്റെ പാതയിൽ അഹങ്കാരത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്, ജീവിതം എന്താണെന്ന് അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു തരത്തിൽ പെട്ടെന്നുള്ള അവസാന നിമിഷം എണ്ണപ്പെടേണ്ടി വരുന്നത്. 60 വയസ്സ് കഴിഞ്ഞ ഓരോരുത്തർക്കും ബോണസ് ആയിട്ടാണ് ബാക്കിയുള്ള സമയം കിട്ടിയിരിക്കുന്നത് ഓർക്കുക. 60 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 70, 75 ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബോണസാണ്. 60 വയസ്സ് വരെയൊക്കെ ഉള്ളൂ ഈ കലിയുഗത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ അത് ബോണസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാം ജീവിതത്തിൽ എന്തിനെയാണ് മുറുകെ പിടിക്കേണ്ടതെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവും. വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ നന്നായ കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ ക്ഷേത്ര സംബന്ധമായ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഭക്തിപൂർവ്വം നിങ്ങൾ പോവുകയും അതുപോലെ അവിടെ ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് സ്വാമി വിവേകാനന്ദൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കാൻ ക്ഷേത്രം നമ്മെ സഹായിക്കില്ല, തുടക്കത്തിൽ മാത്രമേ സഹായിക്കൂ. അങ്ങോട്ടുള്ള ഒഴുക്ക് ഉണ്ടാകണമെങ്കിൽ അതിൽ നിന്നും സാവധാനം മുക്തമായാൽ മാത്രമേ, മനസ്സിന്റെ ഏകാഗ്രത ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കൂ. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് ഇതിന്റെ ഒരു പ്രിഫേസ് ആയിട്ടാണ്, ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാണ്. ഇപ്പൊ ഓരോ വ്യക്തിയും, ഇത് കേൾക്കുന്നവരും അല്ലാത്തവരും, ഈ പ്രഭാഷണങ്ങൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരും സത്സംഗ് കേൾക്കുന്നവരും ഒക്കെ തന്നെ മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ എന്റെ വിഷയം. വളരെ പ്രാധാന്യമുള്ള എല്ലാ ശ്ലോകങ്ങളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ 22-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം അതിപ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. ആ ശ്ലോകം ഞാൻ ആദ്യം ചൊല്ലാം. അതിന് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു വ്യാഖ്യാനം, ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്രവർത്തിബോധത്തിലേക്ക് സാവധാനം കൊണ്ടുവരാൻ ശ്രമിക്കുക. പെട്ടെന്നൊന്നും സാധിക്കാത്ത കാര്യമാണ്. അനന്യ ചിന്ത എന്തോ മാം ഏ ജന പരി ഉപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇതാണ് ശ്ലോകം. അനന്യ ചിന്തയന്തോ മാം ഏ ജനാപരി ഉപാസതേ. അനന്യ ചിന്ത, അന്യ ചിന്തകളിൽ നിന്നും അനന്യമായ ചിന്തയിലേക്ക് കടക്കാനാണ് ഭഗവാൻ പറയുന്നത്. എന്നെ മാത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു രൂപമാണ്. രൂപത്തിനപ്പുറത്തേക്ക്, രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനാണ് ഭഗവാൻ പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ ബ്രഹ്മതലത്തെക്കുറിച്ച് അറിയുക തന്നെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ള അറിവ് നേടിയെടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ, ഏത് മാർഗം സ്വീകരിച്ച് അതിലേക്ക് കടക്കണം എന്ന് ചിന്തിക്കേണ്ടത് അതിലും ഉത്തമമായ ഒരു കാര്യമാണ്. ആ ഉത്തമമായ കാര്യത്തിലേക്ക് കടക്കാൻ മാർഗമായി നിൽക്കുന്നത് സനാതന ധർമ്മത്തിൽ ക്ഷേത്രം ഒരു മാർഗമാണ്, ഗുരു ഒരു മാർഗമാണ്. അങ്ങനെ മാർഗങ്ങൾ അനേകമുണ്ട്. മനസ്സിന്റെ ഏകാഗ്രത വരുത്തിയതിനു ശേഷം വേണം ഒരു വ്യക്തിക്ക് സാവധാനത്തിൽ പടികൾ ചവിട്ടി കയറാൻ. മനസ്സിന്റെ ഏകാഗ്രത ഇല്ലാതെ ഒരു വ്യക്തിക്കും ഉയർന്ന തലത്തിലുള്ള അഭ്യാസത്തിലേക്കോ ഉയർന്ന തലത്തിലുള്ള ആത്മീയ ബോധത്തിലേക്കോ കടക്കാൻ സാധ്യമല്ല. അപ്പൊ ഉയർന്ന തലത്തിലുള്ള ആ ആത്മീയ തലത്തിലേക്ക് പോകാൻ മനസ്സിന്റെ ഏകാഗ്രത അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതിന് ക്ഷേത്രം, ഇതിന് നമുക്ക് ശ്രമകരമായ കാര്യങ്ങളിൽ കൂടി ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും.
അവിടെ ഒരു രൂപമുണ്ടെങ്കിൽ ആ രൂപത്തിനെ നമ്മൾ ശ്രേഷ്ഠമായ ആ രൂപത്തിനെ, ദേവന്മാരെല്ലാം ശ്രേഷ്ഠമാണെന്ന് നമ്മൾ കരുതപ്പെടുമ്പോൾ സനാതനധർമ്മത്തിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രേഷ്ഠമായ രൂപത്തെ അവലംബിച്ചുകൊണ്ട് അതിനെ എപ്പോഴും ഉപാസിച്ചുകൊണ്ട് സാവധാനത്തിൽ ഒരു വ്യക്തിക്ക് മുന്നേറാൻ സാധിക്കും. ഏകാഗ്രതയ്ക്ക് ഉപാസനം എന്ന് പറയുന്നത്, അനന്യ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞാണ്, അന്യ ചിന്തകളിൽ നിന്നും അനന്യമായിരിക്കുന്ന സത്യത്തിലേക്ക് കടക്കാതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക തലത്തിലല്ല, ആത്മീയ തലത്തിൽ മുന്നേറാൻ സാധ്യമല്ല. ആത്മീയ തലം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം കൊണ്ടോ പള്ളി കൊണ്ടോ മസ്ജിദ് കൊണ്ടോ ഒന്നും സാധ്യമല്ലാത്തതും അതിനപ്പുറത്തേക്ക് കടക്കേണ്ടതുമാണ്. രൂപമില്ലാത്ത ഒരു വസ്തുവിനെ ധ്യാനിക്കാൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യന് സാധിക്കാത്തത് കൊണ്ട് രൂപത്തിൽ കൂടി സഞ്ചരിക്കാൻ പറഞ്ഞു. രൂപത്തിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അതിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പം അനന്യമായിരിക്കുന്ന ആ സത്യത്തെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരു മാർഗം തന്നിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് പര്യുപാസനം ചെയ്യാൻ പറഞ്ഞു. എന്താണ്? ഒരു വ്യക്തിക്ക് പര്യുപാസനം ചെയ്യുന്ന വ്യക്തികളെല്ലാം തന്നെ കർമ്മനിരതരാണ്. കർമ്മം ചെയ്യാതെ ഒരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പൊ കർമ്മം ചെയ്തേ മതിയാവൂ. 3-ാമത്തെ അധ്യായമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, കർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു വശമാണ്, ഒരു ഭാഗമാണ്, പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പ്രകൃതിയാണ് കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ചെയ്യണ്ട എന്ന് ഉദ്ദേശിക്കുന്ന കർമ്മങ്ങൾ പോലും വിവശരായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയുടെ അതിനകത്തിലെ കൈകടത്തലാണ്. അതുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നത്. ചെയ്യണ്ട എന്ന് ഉദ്ദേശിക്കുന്ന തെറ്റാണ് എന്നുള്ള തോന്നലുണ്ടായാൽ പോലും ആ തെറ്റായ കർമ്മത്തെ പോലും നമ്മൾ ആദ്യം ചെയ്യണ്ട എന്ന് ധരിച്ചാലും പിന്നെയും നമ്മളെ വിവശനാക്കിക്കൊണ്ട് അതിലേക്ക് കടത്തുന്നത് പ്രകൃതിയാണ്. അപ്പം കർമ്മം ചെയ്യാതെ ഒരു വ്യക്തിക്കും ഇവിടെ നിന്നും പോകാൻ സാധ്യമല്ല. ഇവിടെ വന്നതിന് ശേഷം തലയെക്കെട്ടും കെട്ടിയിരുന്ന് ഞാൻ ജോലി ചെയ്യാതെ എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നത് ഒരു കർമ്മത്തിന്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എങ്ങനെ കിട്ടും എന്തെങ്കിലും? ജോലി ചെയ്യാതെ ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ എന്തിനാണേലും ശരി കർമ്മ കുശലത ആവശ്യമാണ്, അതുപോലെ തന്നെ അധ്വാനം ആവശ്യമാണ്. ഈ രണ്ടുമില്ലാതെ ജീവിതത്തിൽ ഭൗതികമായാലും ആത്മീയമായാലും മുന്നേറാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കും. പ്രത്യേകിച്ചും ആത്മീയ തലത്തിൽ മുന്നേറണമെങ്കിൽ അധ്വാനത്തെക്കാൾ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ്. അത് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെല്ലാം മടിയന്മാരാ. ഇതൊന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും ചുളിവിൽ എന്തെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. ഞാൻ ആസാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയും ഞാൻ ഇതുപോലെ സത്സംഗം നടത്തുമായിരുന്നു. ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അവിടെ സത്സംഗം നടത്തിക്കൊണ്ടിരുന്ന പറഞ്ഞു, ഇത് ക്യാപ്സൂൾ ഫോമിൽ തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടുകട പരിപാടി, അട്ടയടി പരിപാടിയാണ് വേണ്ട, ക്യാപ്സൂൾ ഫോം ആണ് എല്ലാം വേണ്ട, പെട്ടെന്ന് മാറണമല്ല, അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം കിട്ടണം. ഇതൊരിക്കലും സാധ്യമല്ല. പ്രത്യേകിച്ചും ഈ പറയുന്ന സത്യത്തിലേക്ക് കടക്കാൻ പോവുകയാണെങ്കിൽ, കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാരണവശാലും പെട്ടെന്ന് കിട്ടാത്ത ഒരു സാധനമാണ് ഈ പറയുന്ന സത്ത് എന്ന് പറയുന്നത്, അതായത് ബ്രഹ്മതലം എന്ന് പറയുന്നത്. ബാക്കി ഈശ്വര ആരാധന, വഴിപാട് കഴിക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് ദേവതാ സങ്കല്പത്തെ പിടിക്കാം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, അത് വേണം, അത്യാവശ്യമാണ്. പക്ഷെ അവിടെ പോകും തോറും ചിലർക്കൊക്കെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അതിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കഠിന അധ്വാനം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം ചെയ്യാതെ ഈ പറയുന്ന തലത്തിലേക്ക് ഒരു വ്യക്തിക്കും എത്താൻ സാധ്യമല്ല. അപ്പൊ കർമ്മം എന്ന് പറയുന്നത് ചെയ്യാതെ പറ്റാത്തിടത്തോളം കാലം കർമ്മം എങ്ങനെ ചെയ്യണം? ഈ പര്യുപാസന എന്ന് ഭഗവാൻ പറയുന്നത് ഇവിടെ ഇതാണ്. പര്യുപാസനയ്ക്ക് കർമ്മം ചെയ്യേണ്ട വിധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഫലേച്ഛ കൂടാതെ എല്ലാം ഈശ്വര ആരാധനയായിട്ട് ചെയ്യാൻ പറയും. കർമ്മം ചെയ്തേ മതിയാവും. കർമ്മത്തിൽ ഫലം ആഗ്രഹിക്കും തോറും, കർമ്മത്തിൽ നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഇന്നതാവണം എന്നുള്ള ആഗ്രഹത്തോട് ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഫലം ഇച്ഛിക്കാനുള്ള
ആ ഒരു തലം നമുക്ക് തന്നിട്ടില്ല, സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടില്ല എന്ന് പറയും. എന്ന് മനസ്സിലാക്കുക. 2-ാമത്തെ അധ്യായത്തില് 47-ാമത്തെ ശ്ലോകം വ്യക്തമായിട്ട് ഇതിന് ഒരു വിവരണം തരുന്നുണ്ട്. കർമ്മണ്യേവ അധികാരസ്യേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ നിനക്ക് ഞാൻ തന്നിട്ടുള്ളൂ, ഫലം ഇച്ഛിക്കാനുള്ള അധികാരം നിനക്ക് ഞാൻ തന്നിട്ടില്ല. കാര്യം അത് നല്ലതാവാം ചീത്തയാവാം. അപ്പൊ നല്ലതായാലും ചീത്തയായാലും അതിനെ ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു മനസ്സോടുകൂടി വേണം കർമ്മം ചെയ്യാൻ. ഇതാണ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന് പറയുന്നത്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം. അപ്പൊ ഫലം ഇച്ഛിക്കാതെ ഒരാളും കർമ്മം ചെയ്യത്തില്ല. എപ്പോഴും ഫലം ഇച്ഛിക്കേണ്ട കർമ്മം ചെയ്യുന്നു. കിട്ടണമെന്നുള്ള ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് കർമ്മം. അപ്പൊ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഫലം ചെയ്യുന്നവർ കർമ്മം ചെയ്യുന്നവരും അവന്റെ കർമ്മത്തിൽ പിഴയുണ്ടാവും. അതായത് ഇച്ഛയോടുകൂടി ചെയ്യുമ്പോഴ് ആ കർമ്മവും കൂടെ അതിനകത്തിൽ വരും. അതുകൊണ്ടാണ് ഈ കർമ്മം കൂട്ടിവെക്കുന്നു എന്ന് പറയുന്നത്. നമ്മളിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്, മനുഷ്യനായിട്ട് എത്തിപ്പെട്ടിരിക്കുന്നത്, ഇതൊരു സാധാരണ ലോജിക്കാ കേട്ടോ. നമ്മൾ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത് കർമ്മത്തെ തീർത്ത് പോകുന്നതിന് വേണ്ടി, കർമ്മം ഇല്ലാതാക്കി പോകാൻ വേണ്ടി വന്നിരിക്കുന്നു. ഉണ്ടാക്കി വെച്ച കർമ്മങ്ങൾ, അതായത് കർമ്മവാസന, അതിന്റെ ബീജം നശിപ്പിച്ചിട്ട് പോകാനായിട്ട് മനുഷ്യനായിട്ട് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ മൃഗമാകാമായിരുന്നു, ഇഴയന്തുമായിരുന്നു, എന്ത് വേണേലും ആകാമായിരുന്നു. പക്ഷെ ഇവിടെ ബുദ്ധിവൈഭവത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്ത് ആ കർമ്മം കൊണ്ട് തന്നെ കർമ്മത്തെ ഇല്ലാതാക്കാനാണ്. അതെങ്ങനെ വേണം? ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ വേണം. അപ്പൊ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അത് ഈശ്വര ആരാധനയായി മാറും. ആ ഈശ്വര ആരാധനയായി മാറി കഴിയുമ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ബ്രഹ്മത്തിൽ അർപ്പിക്കുക ചെയ്യുന്നത്. കർമ്മം അവിടെ അർപ്പിക്കപ്പെട്ടു, ഞാനിത് ചെയ്തു, ഇനി ഇതിന്റെ ഫലം എന്തായാലും എനിക്ക് വിഷയമൊന്നുമല്ല, എന്ത് വേണേ വരട്ടെ, ഇത് രണ്ടിനെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. ഫലം വരുന്നത് മിക്കവാറും നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മവാസനയുടെയും സംസ്കാരത്തിന്റെയും ഫലമായിട്ട് നല്ലതാവാം, അത് ചീത്തയാവും. ചീത്തയായി കഴിഞ്ഞ് ദുഃഖിക്കാനും നല്ലതായി കഴിഞ്ഞ് സന്തോഷിക്കാനും നിൽക്കരുതെന്ന് സാർ. ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുക. നല്ലതാ വന്നതെങ്കിൽ ആ ഈശ്വരാനുഗ്രഹം, ബ്രഹ്മത്തിന്റെ അനുഗ്രഹം, ഈശ്വരന്റെ അനുഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് നല്ലതായി, അതും ഈശ്വരനെ അർപ്പിക്കുക. സ്വയം താൻ അഹങ്കരിച്ച് താൻ ചെയ്തത് കൊണ്ടാണ് നല്ലതായി എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ അത് ഈശ്വരന്റെ ഈ കൽപ്പിതമാണ്, ഈശ്വരൻ തന്നതാണെന്നുള്ള രീതിയിൽ സ്വീകരിക്കുക. അതേസമയം ചീത്തയാണ്, ദുഃഖമാണ് ഉണ്ടായതെങ്കിൽ ഇതെന്റെ കർമ്മവാസന ഉണ്ടായതാണ്, അതുകൊണ്ട് എനിക്ക് അതിൽ ദുഃഖമില്ല, പോട്ടെ, അടുത്തതിനു വേണ്ടി ഞാൻ എത്തിക്കുന്നു. ഇതാണ് സംഭവം. ഇതിന് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവും. ബുദ്ധനെ കുറിച്ച് എനിക്കറിയാം. ഭഗവാൻ ബുദ്ധൻ, സിദ്ധാർത്ഥൻ ലോക ദുഃഖങ്ങൾ കണ്ട്, സമൂഹത്തിന് ദുഃഖം കണ്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. ഇറങ്ങിത്തിരിച്ച് പലയിടത്തും 6 മാസം കറങ്ങിയ എല്ലായിടത്തും ദുഃഖങ്ങളെല്ലാം കണ്ടു. പക്ഷെ പുള്ളി ഏതൊക്കെ ആശ്രമങ്ങളിൽ എവിടൊക്കെ പോയിട്ടുണ്ടോ ഇതൊരു നിവാരണ മാർഗം കിട്ടിയില്ല. എങ്ങനെയാണ് ഇതിനെ, ഈ ദുഃഖത്തെ നിവാരണം ചെയ്യാൻ സാധിക്കുക? അവസാനം തിരിച്ച് എനിക്കിത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് സ്വഭവനത്തിലേക്ക്, രാജധാനിയിലേക്ക് വരാൻ ഇറങ്ങിത്തിരിച്ച് പകുതിയിടെയായി കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് ഒരു ബോധവൃക്ഷ തണലിൽ, ആൽമരത്തിന്റെ തണലിൽ കയറിയിരുന്ന് വിശ്രമിക്കുകയായി. അപ്പൊ അദ്ദേഹം കണ്ട ഒരു കാഴ്ച, വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഒരു നിസാരമായ ഒരു പുഴു ആ ആൽമരത്തെ കയറി പറ്റാൻ വേണ്ടി ആദ്യം കയറുമ്പോൾ കാറ്റ് വന്നതിനെ വീഴ്ത്തിക്കളഞ്ഞു. 2-ാമത്തെ പ്രാവശ്യവും കയറാൻ ഭാവിച്ചു, പക്ഷെ കാറ്റ് വന്ന് വീശിക്കളഞ്ഞു. ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ 7-ാമത്തെ പ്രാവശ്യം ആ പുഴുവിന് ആ ആൽമരത്തിൽ കയറി പറ്റാൻ സാധിച്ചു. പ്രയത്നം 6 പ്രാവശ്യത്തെ പ്രയത്നത്തിൽ അലസനായി മാറി നിൽക്കാതെ ആ പുഴു പിന്നെയും ആ ആൽമരത്തിൽ ചവിട്ടി, അതായത് കയറി പറ്റി എന്നുള്ളതാണ് സത്യം. ഇത് കണ്ട ബുദ്ധൻ വിചാരിച്ചു, ഒരു പുഴുവിന് ഒരു ആൽമരത്തിൽ ഇത്രയും പ്രയത്നം കൊണ്ട് കയറി പറ്റാമെങ്കിൽ ഇത്രയും ബുദ്ധി തന്നിട്ടുള്ള എനിക്ക്, ഈശ്വരൻ തന്നിട്ടുള്ള ബുദ്ധി പ്രയോഗിച്ച് എനിക്ക് എന്തുകൊണ്ട് സ്വപ്രയത്നം കൊണ്ട് ഇതിലെത്തിക്കൂടാ? അങ്ങനെയാണ് ബുദ്ധൻ ആത്മരച്ചോട്ടിലിരുന്ന് ബോധോദയം ഉണ്ടാകുന്നത്. ബോധോദയം എന്ന് പറയുന്നത് നേരത്തെ ബുദ്ധന് ബോധമില്ല എന്നുള്ള അർത്ഥമല്ല, ബോധത്തിന്റെ
സൂക്ഷ്മതലത്തിലുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് കടക്കാൻ ബുദ്ധന് സാധിച്ചത് ഈ പുഴു ഒരു പാഠമാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധി തന്നു വിട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. കർത്തവ്യങ്ങളും കർമ്മങ്ങളും ചെയ്യുമ്പോൾ അത് ഈശ്വര ആരാധനയായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എത്തപ്പെടേണ്ടിടത്ത് എത്തിച്ചേരേണ്ടി. ഇതിന് അത്യാവശ്യമായിട്ട് 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നിശ്ചയ ബുദ്ധി. നിശ്ചയിക്കുക, അതായത് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങ് വരെ എത്തും എന്നുള്ള നിശ്ചയ ബുദ്ധി അതുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഛിന്ന ഭിന്നമാകാതെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇത് വളരെ അത്യന്താപേക്ഷിത ഒരു കാര്യമാണ് പറയും. ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, അതിനകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങനെ പോകുന്നവരുടെ യോഗക്ഷേമ വഹാമ്യം, യോഗക്ഷേമത്തെ വാഹനൻ വഹിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെ പോകുന്നവരുടെ വാഹകൻ ഞാനാകുന്നു, വഹിക്കുന്നവൻ ഞാനാകുന്നു. വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബർണനാണ്. ഒരു വ്യക്തിയുടെ കർമ്മങ്ങളെല്ലാം ഞാൻ വഹിച്ചോളാം എന്ന് ഭഗവാൻ പറയുന്നതിന്റെ പ്രധാന തത്വം മനസ്സിലാക്കണം. എല്ലാ ഗ്രന്ഥങ്ങളിലും, അതായത് ഭഗവത്ഗീതയിലെ ഗ്രന്ഥങ്ങളിലും ഈ ശ്ലോകത്തിന്റെ അർത്ഥം യോഗക്ഷേമ വഹാമ്യകം എന്നുള്ളതിന്റെ അർത്ഥം കൊടുക്കുന്നു എന്നാണ്. അവർക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് എഴുതി വെച്ചപ്പോൾ ഒരാൾ മാത്രം മനസ്സിലാക്കിയ ഒരു തത്വം കൂടിയുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാനിത് നിർത്താം. ശ്രീധർ സ്വാമി എന്നൊരാൾ, ശ്രീ മഹാരാജ് ശ്രീധർ സ്വാമി ഭഗവാൻ ജീവിച്ചതിനുണ്ട്. കന്നഡ, മറാഠി ഭാഷകളിൽ അനേകം ഗ്രന്ഥങ്ങൾ രചിച്ച, ആത്മീയ ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു വ്യക്തിയാണ് ശ്രീധർ സ്വാമി. 1908-നും 1973-നും ഇടയ്ക്ക് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീധർ സ്വാമി. ഈ ശ്രീധർ സ്വാമി ഇതിന്റെ, അതായത് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം രചിക്കുകയുണ്ടായി. ഈ ശ്ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേ ശ്രീധർ സ്വാമിക്ക് ഒരു സംശയമുണ്ടായി. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഭഗവാൻ യോഗക്ഷേമ വഹാമ്യകം എന്ന് എഴുതാൻ കാരണം? അല്ലെങ്കിൽ ഭഗവാന് തെറ്റിയതാവാം. ശ്രീമുഖത്ത് നിന്നും അങ്ങനെ ഒരു പദം വരാൻ സാധ്യതയില്ല. ദദാമി എന്ന് പറയുന്നതാണ് കൊടുക്കുക എന്നുള്ളത്. വഹാമ്യകം എന്ന് പറഞ്ഞ വാങ്ങാനാകുക എന്നുള്ളതാണ്. വഹിക്കുക എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. സന്ധ്യ അടുത്ത സമയമായിരുന്നു. അദ്ദേഹം ഗ്രന്ഥം എഴുതിക്കൊണ്ടിരുന്ന ഓല മടക്കി വെച്ച്, എഴുത്താണി മടക്കി വെച്ചതിന് ശേഷം നദിയിലേക്ക് സന്ധ്യാവന്ദനത്തിനായിട്ട് പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴ്, ഇതൊരു സംഭവ കഥയാണ് പറയുന്നത്, സംഭവ കഥ, നടന്ന കഥ. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴ് ഒരു കൊച്ചുകുട്ടി, നല്ല കാണാൻ ചന്തമുള്ള ഒരു കുട്ടി, ഒരു വലിയ കുട്ടയായിട്ട് വന്നു. വീടിന്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ ആരുമില്ലേ? ശ്രീധർ സ്വാമിയുടെ വീടിന്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ ആരുമില്ലേ? സ്വാമിയുടെ പത്നി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആരാ, എന്ത് വേണം? ഈ കുട്ട ആദ്യം ഒന്ന് ഇറക്കി വെക്കാൻ പറഞ്ഞു. കൊച്ചുകുട്ടിയാണ്, തലയിൽ കുട്ട വെച്ചിട്ടാണ് വന്നി. കുട്ട ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോ അതിനകത്ത് നോക്കിയപ്പം ചെറുപയറും അരിയുടെയും മിശ്രിതമാണ്. പറഞ്ഞു, നിങ്ങൾ യാചിക്കാത്തവരാണ്, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അന്നമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടയും ചുവന്നോട് എത്തിയിരിക്കുന്നത്. ശ്രീധര സ്വാമിയുടെ പത്നി പല ചോദ്യങ്ങൾ ചോദിച്ചു ആ കുട്ടിയോട്. നീ എവിടെ നിന്ന് വരും? നിന്റെ മാതാപിതാക്കൾ ആരാണ്? എന്താണ്, ഏത് വഴിക്കാണ് നീ വന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ആ കുട്ടി ഉത്തരം പറഞ്ഞതിനൊന്നും ശ്രീധര സ്വാമിയുടെ പത്നിക്ക് മനസ്സിലായില്ല. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞതെന്ന്, ആ കുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള എല്ലാ മാതാപിതാക്കളും എന്റെ മാതാപിതാക്കൾ തന്നെയാണ്. ഞാൻ വന്ന സ്ഥലം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് കുട്ടി കൊടുത്തത്. അപ്പൊ കുട്ടി തിരിഞ്ഞു പോകാൻ, അതായത് പോകാനായിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേ ആ കുട്ടിയുടെ ചിരിയുടെ അടിഭാഗത്തായിട്ട് ഒരു രക്തച്ഛവി, അതായത് ഒരു പോറൽ പോലെ കാണാനിടയായി. അപ്പൊ ചോദിച്ചു, നിന്നെ ആരെങ്കിലും അടിച്ചോ? നിന്നെ ആരാണ് ഇവിടെ ഈ ഭാഗത്ത് മുറിവുണ്ടാക്കി വിട്ടത്? പറഞ്ഞു, ദേവി, അങ്ങയുടെ ഭർത്താവ് തന്നെയാണ് എന്നെ ആ ഒരു തരത്തിൽ അവിടെ കീറിമുറിച്ചത് എന്ന് പറഞ്ഞു. അതെങ്ങനെ? അദ്ദേഹം വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം എങ്ങനെയാണ് നിന്നെ കീറിമുറിക്കുന്നത്? പറഞ്ഞു, അത് അദ്ദേഹത്തിന് അറിയാൻ, വരുമ്പോ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ കുട്ടി തിരിഞ്ഞു നടന്ന് ആ കുട്ടി അങ്ങ് പോയി. പെട്ടെന്നാ പോയത്. ശ്രീധർ സ്വാമി കുളിച്ചിട്ട്
അദ്ദേഹത്തിന് സന്ധ്യാവദനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഭാര്യ കയറുമ്പോഴേ ചോദിച്ചു, നിങ്ങൾ വഴിയിൽ ഒരു കുട്ടിയെ കണ്ടോ? പറഞ്ഞു, ഇല്ല. എന്നാൽ ഇവിടെ ഒരു കുട്ടി വന്നിരുന്നു. വിവരങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്തിനാ ആ കുട്ടിയെ മുറിച്ചു വിട്ടു, അല്ലെങ്കിൽ ആ മുറിവ്, അതായത് ചെറിയുടെ ഭാഗത്ത് മുറിവുണ്ടാക്കി വിട്ടേ എന്തിന്? പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ മുറിവുണ്ടാക്കും? ശ്രീധര സ്വാമിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അദ്ദേഹം എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും വളരെ വിശാലമായിട്ട്, അതായത് ആത്മീയ തലത്തിൽ ഏറ്റവും മുന്നിൽ പോയ ഒരു വ്യക്തിയാണ് ശ്രീധര സ്വാമി. അദ്ദേഹം തൊഴുതിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റാണ്. ദദാമി എന്ന് എന്തുകൊണ്ട് അദ്ദേഹം എഴുതിയില്ല എന്നുള്ള മനസ്സിലുണ്ടായ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിന് കിട്ടി. ഞാൻ അവരുടെ വാഹകനാകുന്നു. ഇന്നെനിക്ക് വൈകിട്ട് ആഹാരം കഴിക്കുന്നതിന് സംഭവം ഇല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് കുട്ടയിൽ ചുമന്ന് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് എനിക്ക്. അങ്ങനെയുള്ള ഭഗവാന്റെ ശ്രീമുഖത്ത് നിന്ന് വന്ന ഈ ശ്ലോകത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും ശരിയായി മനസ്സിലാക്കുന്നവർക്ക് ഭഗവത്ഗീതയുടെ ആന്തരിക അർത്ഥം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഥ നടന്നതാണ്. ഈ കഥ പലയിടത്തും ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു വ്യക്തിയാണോ, നിങ്ങൾ ഏത് തരത്തിലുള്ള മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല, എത്തിച്ചേരുന്നത് നിശ്ചയ ബുദ്ധിയോടുകൂടി ലക്ഷ്യസ്ഥാനത്ത് ഒരിടത്താണെന്നുള്ള സത്യം മനസ്സിലാക്കുക. ഈ ജന്മം പാഴാക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയും മനുഷ്യജന്മം ഉണ്ടോ എന്ന് നാം തിരയേണ്ടിയിരിക്കുന്നു, അതിനെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഭാവിയെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കിട്ടിയ ജന്മം പാഴാക്കാതെ മുന്നോട്ട് പോകാൻ, അതായത് പല സംസ്കാരത്തിലും കർമ്മവാസനയിലും ജനിച്ചവരാണെങ്കിൽ പോലും അവരവന്റെ സംസ്കാരത്തിനും കർമ്മവാസനയ്ക്കും ഒത്ത് ഈശ്വര ആരാധന ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന മാർഗം, നമുക്ക് കിട്ടിയിട്ടുള്ള മാർഗത്തിൽ കൂടി സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും ആ ലക്ഷ്യസ്ഥാനത്ത് എത്ര ജന്മം എടുത്താലും വേണ്ടിയില്ല, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇത് നമ്മുടെ നിയോഗം, ഇതെന്റെ നിയോഗം, നിങ്ങളുടെ നിയോഗത്തെ ഞാൻ പറ്റി പറഞ്ഞു. നിങ്ങൾക്കുള്ള നിയോഗമാണിത്. നിങ്ങൾ ഓരോരുത്തരും, ഇതെന്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. ചെയ്തു നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും എന്നുള്ളത് സത്യമാണ്. പല വീടുകളിലും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. സമാധാനം, പണം ഉണ്ടെങ്കിലും സമാധാനമില്ല, സന്തോഷമില്ല, കുട്ടികൾ പ്രശ്നങ്ങൾ, ഭർത്താവ് പ്രശ്നങ്ങൾ, ഭാര്യ പ്രശ്നങ്ങൾ, സമൂഹങ്ങളുള്ള പ്രശ്നങ്ങൾ. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കയറണ്ടേ? തീർച്ചയായിട്ടും ഇതിലേക്ക്, ഞാൻ പറഞ്ഞതിലേക്ക് സത്യസന്ധമായ രീതിയിൽ ഒന്ന് മുന്നേറി നോക്ക്. കഴിഞ്ഞതിനെയൊക്കെ മറന്നേക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. വരാൻ പോകുന്നതിനെ ചിന്തിക്കാതിരിക്കുക. പ്രസന്റ് എന്താണോ, ഭാവിയും ഭൂതവും നമുക്കുള്ളതല്ല. വർത്തമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യാനുള്ളത് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.